കിളിമാനൂരിൽ മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. കിളിമാനൂർ ഞാവേലിക്കോണം സ്വദേശി ബിജു ആണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിജു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇക്കഴിഞ്ഞ 17-നാണ് ബിജുവിന് മർദ്ദനമേറ്റത്. സുലേഖയുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, ഇദ്ദേഹത്തിന് ആരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്? ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന ഇദ്ദേഹം മരിക്കുകയൂടെ ഉണ്ടായി. മറ്റു വിവരങ്ങൾ കൂടി. നന്ദു, കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇത്തരത്തിൽ ബിജുവിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കിളിമാനൂർ ഞാവേലിക്കോണം സ്വദേശിയാണ് ബിജു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ബിജു മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കല്ലുപയോഗിച്ചാണ് ഇത്തരത്തിൽ ബിജുവിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബിജുവിന്റെ വീടിന്റെ സമീപത്ത് വെച്ചാണ് രാത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. രാജീവ് എന്ന് പറയുന്നയാൾ ഈ കല്ലുപയോഗിച്ച് ബിജുവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ബിജുവിന് തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റിരുന്നു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അന്ന് രാത്രി തന്നെ ബിജുവിനെ മാറ്റിയിരുന്നു. പക്ഷേ ബിജുവിന്റെ ആരോഗ്യസ്ഥിതി ഇത്തരത്തിൽ മോശമായിരുന്നു എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അല്പം മോശമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ബിജു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വെന്റിലേറ്ററിലായിരുന്നു ബിജു ഉണ്ടായിരുന്നത്. സംഭവ ദിവസം തന്നെ ഈ രാജീവ് എന്ന് പറയുന്ന വ്യക്തിയെ കിളിമാനൂർ പോലീസ് പിടികൂടുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നന്ദു, ശരി. വാക്കുതർക്കത്തെ തുടർന്നാണ് കിളിമാനൂർ ഞാവേലിക്കോണം സ്വദേശി ബിജുവിന് മർദ്ദനമേറ്റത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.